ഹായ് ഹലോ നമ്മുടെ സെമസ്റ്റർ 2 ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് MCH018 ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. നമ്മൾ ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ക്വാണ്ടം കെമിസ്ട്രി, എന്തിനാണ് ക്വാണ്ടം കെമിസ്ട്രി, ക്വാണ്ടം കെമിസ്ട്രിയുടെ റെലവൻസ് എന്താണ്, ഡെയിലി ബേസിസിലുള്ള റെലവൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ ഒരു ഫർദർ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക ഈ പേപ്പറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. നമ്മുടെ പേപ്പർ ആക്ച്വലി 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 ബ്ലോക്കിലും 4 യൂണിറ്റുകളാണ് വരുന്നത്, 4th ബ്ലോക്കിലും 3 യൂണിറ്റുകളും. അപ്പൊ ഓരോ യൂണിറ്റിലെയും കുറച്ച് ചെറിയൊരു സമ്മറി പോലെ നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, വൈ ക്വാണ്ടം കെമിസ്ട്രി, എന്തിനാണ് ക്വാണ്ടം കെമിസ്ട്രി? ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും ക്വാണ്ടം കെമിസ്ട്രിയുടെ റെലവൻസ് എന്നൊക്കെ? നമ്മള് മെയിൻ ആയിട്ടും ക്വാണ്ടം കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത് ആറ്റംസിനെ കുറിച്ചാണ്. അതായത് ആറ്റംസിന്റെ ഇന്റേണൽ പാർട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോൺസിനെ കുറിച്ച്, അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച്, ഒരു ആറ്റം മറ്റൊരു ആറ്റമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ക്വാണ്ടം കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇവരുടെ റെലവൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെയിലി ബേസിസിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ബ്രാഞ്ച് ആണ് ആക്ച്വലി ക്വാണ്ടം കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ ന്യൂ ഡ്രഗ്സ് ഡിസൈൻ ചെയ്യുന്നതിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡ്രഗ്സിന്റെ ടാർഗറ്റഡ് സെൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രഗ്സ് എവിടെയാണോ ചെന്ന് ആക്ഷൻ നടത്തേണ്ടത് ആ സെൽസിനെ ബേസ് ചെയ്ത് നമുക്ക് പുതിയ ഡ്രഗ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കോസ്മെറ്റിക് ഇൻഡസ്ട്രീസിൽ, ക്ലീനിങ് ഇൻഡസ്ട്രീസിൽ, എനർജി സോഴ്സസിൽ എല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്. എനർജി സോഴ്സസിലെല്ലാം സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മൊബൈൽസിലായിക്കോട്ടെ, ലാപ്ടോപ്പിലായിക്കോട്ടെ, ഏതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലായിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടം കെമിസ്ട്രി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ എന്നൊരു ഫീൽഡ് ആക്ച്വലി ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ക്വാണ്ടം കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിനകത്തോട്ട് വരാം. നമ്മുടെ പേപ്പർ MCH018 ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. നമ്മുടെ പേപ്പർ 4 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് മോഡൽ സിസ്റ്റംസ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ക്വാണ്ടം കെമിസ്ട്രിയുടെ ബേസ് തന്നെയാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിലായിക്കോട്ടെ സെക്കൻഡ് ചാപ്റ്ററിലെല്ലാം നമ്മൾ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നുണ്ടാവുക ക്വാണ്ടം കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് ബ്ലോക്ക് മോഡൽ സിസ്റ്റംസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം. ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വാണ്ടം കെമിസ്ട്രി എല്ലാം ഹൈഡ്രജൻ ആറ്റത്തിലോട്ടും ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിലോട്ടും മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിലോട്ടും എല്ലാം അപ്ലൈ ചെയ്യും. ബ്ലോക്ക് 3 ഉണ്ട്, ബ്ലോക്ക് 4 ഉണ്ട്. ബ്ലോക്ക് 3 എത്തുമ്പോഴേക്കും നമ്മൾ ഗ്രൂപ്പ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ക്യാരക്ടർ ടേബിൾസിനെ കുറിച്ച്, ഗ്രൂപ്പ് തിയറി, മോളിക്കുലാർ സിമെട്രി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബ്ലോക്ക് 4 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, വാലൻസ് ബോണ്ട് തിയറി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കിലെയും യൂണിറ്റുകൾ നോക്കാം. ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ഓഫ് ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് മോഡൽ സിസ്റ്റംസ്. ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കെമിസ്ട്രി, യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു വേവ് മെക്കാനിക്സ്, യൂണിറ്റ് 3 പാർട്ടിക്കിൾ ഇൻ ബോക്സ് 1, യൂണിറ്റ് 4 പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് 2. ഓക്കെ, നമുക്കിനി ഓരോ യൂണിറ്റിലെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയാം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കെമിസ്ട്രി. യൂണിറ്റ് 1 4 ടോപ്പിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ അടക്കം 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ടോപ്പിക് ഇൻഅഡീക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതിനകത്ത് ആ ടോപ്പിക്കിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ചാണ്. ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് പറയുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇനഫ് ആണ്. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ കേസിൽ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ബിഹേവിയറെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ക്ലാസിക്കൽ മെക്കാനിക്സ് ഇനഫ് ആണ്. എന്നാൽ ഇലക്ട്രോൺസ് പോലുള്ള മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ദാറ്റ് മീൻസ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അനോമലസ് ബിഹേവിയർ, അനോമലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ്,
ഇതുപോലത്തെ കാര്യങ്ങൾ. അറ്റോമിക് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കേസിലാണ് ആക്ച്വലി കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ വരുന്നത്. കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ, ഒറിജിൻ ആൻഡ് സക്സസ്. ഈ ഒരു ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മാക്സ് പ്ലാങ്ക് എന്നൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ. തേർഡ് ടോപ്പിക് ക്വാണ്ടം മെക്കാനിക്സിന്റെ കോൺസിക്വൻസസ് ആണ്. മെയിൻ ആയിട്ടും രണ്ട് കോൺസിക്വൻസസ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഒന്ന് ഡുവാലിറ്റിനെ കുറിച്ച്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇലക്ട്രോൺസ് പോലുള്ള മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് വേവ് പാർട്ടിക്കിളും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചറും കാണിക്കുന്നുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ആണ്. സെക്കൻഡ് കോൺസിക്വൻസസ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനും മൊമെന്റവും അറ്റ് എ ടൈം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കാര്യങ്ങളാണ് തേർഡ് ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഇത്രയാണ് യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു വേവ് മെക്കാനിക്സ്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ടോപ്പിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രാറ്റജി ഫോർ വേവ് മെക്കാനിക്കൽ സൊല്യൂഷൻസ് ടു ക്വാണ്ടം പ്രോബ്ലംസ്. ഈ ഒരു യൂണിറ്റിന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ, പേര് പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് വേവ് മെക്കാനിക്സിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആക്ച്വലി വേവ് മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ പോസ്റ്റുലേറ്റ്സിന്റെ ബേസിസിലാണ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ പോസ്റ്റുലേറ്റ്സ്, ഓരോ പോസ്റ്റുലേറ്റും വളരെ ഡിസ്ക്രൈബ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാനുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്ന ഒന്നാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് എസെൻഷ്യൽ ആണ്. ആക്ച്വലി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് എസെൻഷ്യൽ ആണ്. ഓക്കെ. ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ആയിരിക്കും. എനർജി, മൊമെന്റം പോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനായിരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകുക. ഫൈനൽ ടോപ്പിക്കിൽ നമ്മൾ ഫോർത്ത് ടോപ്പിക്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജി പഠിക്കും. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. യൂണിറ്റ് 3 പാർട്ടിക്കിൾ ഇൻ ബോക്സ് 1. നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച്, ക്വാണ്ടം മെക്കാനിക്സ് നമ്മളൊരു ഫ്രീ പാർട്ടിക്കിളിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ടോപ്പിക് ഫ്രീ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്, പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്, ആപ്ലിക്കേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡയമെൻഷണൽ ബോക്സ് സിസ്റ്റം. ആക്ച്വലി ഒരു ഫ്രീ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജിയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അല്ലെ? ആ ഫ്രീ പാർട്ടിക്കിളിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. ആ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എനർജി ലെവൽസ് ആർ നോട്ട് ക്വാണ്ടൈസ്ഡ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് വേവ് ഫങ്ഷൻസ് ആർ നോട്ട് നോർമലൈസ്ഡ് എന്നാണ്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ സെയിം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ തന്നെ ആയിരിക്കും നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിലോട്ട് അപ്ലൈ ചെയ്യാണ്. ഈ ഫ്രീ പാർട്ടിക്കിളിനെ ഒരു സെറ്റ് ഓഫ് ബൗണ്ടറീസിന്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആയിരിക്കും. ഫ്രീ പാർട്ടിക്കിളിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ തന്നെയാണ് ഫ്രീ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിനകത്തും വരുന്നത്. പക്ഷേ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പം ഇവരുടെ കീ പോയിന്റ്സ് മാറും. ഇനീഷ്യലി നമ്മൾ കണ്ടത് ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? എനർജി ലെവൽസ് ആർ നോട്ട് ക്വാണ്ടൈസ്ഡ്, വേവ് ഫങ്ഷൻസ് ആർ നോട്ട് നോർമലൈസ്ഡ് എന്നാണ്. എന്നാൽ അതൊരു വൺ ഡയമെൻഷണൽ ബോക്സിലോട്ട് വരുന്ന കേസിൽ എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ് ആൻഡ് വേവ് ഫങ്ഷൻസ് ആർ നോർമലൈസ്ഡ് എന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഫൈനൽ ടോപ്പിക് ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് സിസ്റ്റത്തിലോട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ്, ആ ഒരു സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഫൈനൽ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 4. യൂണിറ്റ് 4ൽ എന്ത് ചെയ്തു, ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ കോൺസെപ്റ്റിലോട്ട് ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ടോപ്പിക് സം മോർ അനാലിസിസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്, പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്, എനർജി എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് അനാലിസിസ്, അനലൈസിംഗ് വേവ് ഫങ്ഷൻസ് ഫോർ എ പാർട്ടിക്കിൾ ഇൻ ക്യൂബിക് ബോക്സ്. ആക്ച്വലി നമ്മൾ ഈ യൂണിറ്റ് 4ൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡൈനാമിക് വാരിയബിൾസ്, അനലൈസിംഗ് എ വേവ് ഫങ്ഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസ്, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത്
പാർട്ടിക്കിൾ വണ്ണിന്റെ ഒന്നുകൂടെ ഡീപ്പ് ആയിട്ടുള്ള അനാലിസിസ്, ഫ്രീ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ ഒന്നുകൂടെ ഡീപ്പ് ആയിട്ടുള്ള അനാലിസിസ് ഉണ്ട്. സെക്കൻഡ് ടോപ്പിക് ആണ് 3 ഡയമെൻഷണൽ ബോക്സിൽ നമ്മളൊരു 3 ഡയമെൻഷണൽ റെക്ടാങ്കുലാർ ബോക്സിൽ നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ അവരുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യും. ആ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനെ നമ്മൾ 3 1 ഡയമെൻഷണൽ ഇക്വേഷൻ ആയിട്ടാണ് പിന്നീട് സോൾവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവരുടെ എനർജി എക്സ്പ്രഷനും അതിന്റെ അനാലിസിസും വേവ് ഫംഗ്ഷൻ, ഒരു ക്യൂബിക് ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ അനാലിസിസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 4 പഠിക്കാനുള്ളത്. അപ്പം ബ്ലോക്ക് 1 4 യൂണിറ്റുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. Next, block 2, model systems and hydrogen atom. First one, harmonic oscillator and rigid rotor, hydrogen atom 1, hydrogen atom 2, 8th unit എന്ന് പറയുന്നത് angular momentum in one electron atoms. Okay. Unit 5, harmonic oscillator and rigid rotor. Initially ഇതിനകത്ത് മെയിൻ ആയിട്ടും ഈ ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചും റിജിഡ് റോട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് പറയും, ഹാർമോണിക് ഓസിലേറ്ററിന്റെ ക്വാണ്ടം മെക്കാനിക്സും പറയും. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന സമയത്ത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അതിനെ സോൾവ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ റിജിഡ് റോട്ടർ എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ മോഡലിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് പറയാനുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് പറയാനുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ ക്വാണ്ടം മെക്കാനിക്സ് പറയും, അത് സ്പെറിക്കൽ ഇക്വേഷൻസുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. പിന്നെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും റിജിഡ് റോട്ടറിന്റെ ക്വാണ്ടം റിജിഡ് റോട്ടർ എന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് വരുന്നത്. സോ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും, റിജിഡ് റോട്ടറിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും ആണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് യൂണിറ്റ് 6, ഹൈഡ്രജൻ ആറ്റം 1. നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ടോപ്പിക് ഹൈഡ്രജൻ ആറ്റത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് ടോപ്പിക് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എല്ലാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമ്മൾ സോൾവ് ചെയ്യും. സോൾവിംഗ് ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ എ റിലേറ്റീവ് മോഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 6 വരുന്നത്. നെക്സ്റ്റ് ആണ് യൂണിറ്റ് 7, ഹൈഡ്രജൻ ആറ്റം 2. ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യാനുള്ളത് ഹൈഡ്രജൻ ആറ്റം 2ന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അലൗഡ് എനർജി ലെവൽസ്, അവരുടെ ക്വാണ്ടം നമ്പേഴ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഹൈഡ്രജൻ ലൈക്ക് വേവ് ഫംഗ്ഷൻസ്, പിന്നെ ഇലക്ട്രോൺ സ്പിൻ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളുടെ സിഗ്നിഫിക്കൻസും റെലവൻസും ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും യൂണിറ്റ് 7 നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് യൂണിറ്റ് 8, ആംഗുലാർ മൊമെന്റം ഇൻ വൺ ഇലക്ട്രോൺ ആറ്റംസ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ക്ലാസിക്കൽ ആംഗുലാർ മൊമെന്റം ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഈ യൂണിറ്റിനകത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ക്ലാസിക്കൽ ആംഗുലാർ മൊമെന്റം, ക്വാണ്ടം മെക്കാനിക്കൽ ആംഗുലാർ മൊമെന്റം, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം, സ്പിൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം. ഇങ്ങനെ 5 ആംഗുലാർ മൊമെന്റത്തെ കുറിച്ചായിരിക്കും നമുക്ക് ഈ യൂണിറ്റിനകത്ത് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 2 കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 3. ബ്ലോക്ക് 3 വരുമ്പോൾ നമുക്ക് 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 9, അപ്രോക്സിമേഷൻ മെത്തേഡ്സ്. യൂണിറ്റ് 10, മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. യൂണിറ്റ് 11, മോളിക്കുലാർ സിമെട്രി ആൻഡ് പോയിന്റ് ഗ്രൂപ്പ്സ്. യൂണിറ്റ് 12, റെപ്രസെന്റേഷൻസ് ഓഫ് ദി ഗ്രൂപ്പ്സ്. സോ യൂണിറ്റ് 9, അപ്രോക്സിമേഷൻ മെത്തേഡ്. വാരിയസ് അപ്രോക്സിമേഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ് നമുക്ക് യൂണിറ്റ് 9 പഠിക്കാനുള്ളത്. വാരിയേഷൻ, മെയിൻ ആയിട്ടും 2 അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, വാരിയേഷൻ മെത്തേഡും പെർട്ടർബേഷൻ മെത്തേഡും. വാരിയേഷൻ മെത്തേഡ് പഠിക്കാനുണ്ട്, ആ വാരിയേഷൻ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ, പെർട്ടർബേഷൻ മെത്തേഡ്സും പഠിക്കാനുണ്ട്, പെർട്ടർബേഷൻ മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻസും. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 9 വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ, വാരിയേഷൻ മെത്തേഡ്, applications of variation method, perturbation method, applications of perturbation method. Okay. നെക്സ്റ്റ് യൂണിറ്റ് 10, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയി നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചസ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനീഷ്യലി നമ്മൾ ഏറ്റവും സ്മാളസ്റ്റ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ആയിട്ടുള്ള ഹീലിയം ആറ്റത്തിലോട്ട് അപ്ലൈ ചെയ്യും. ഹീലിയം ആറ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്രോക്സിമേഷൻ. ഈ അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്യുന്നത് വാരിയേഷൻ മെത്തേഡിലും നമുക്ക് പഠിക്കാനുണ്ട്, പെർട്ടർബേഷൻ മെത്തേഡിലും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ
ഡീൽ ചെയ്യും. പിന്നെ നമ്മൾ ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തെ കുറിച്ച് ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ ക്ലിയർലി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി നമ്മൾ പഠിക്കും. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇൻട്രിൻസിക് സ്പിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ അവരുടെ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് നമ്മൾ നടത്തും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 10 ഡീൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 11 മോളിക്കുലാർ സിമെട്രി ആൻഡ് പോയിന്റ് ഗ്രൂപ്പ്സ്. ഇതിനകത്ത് നമുക്ക് സിമെട്രി എലമെന്റ്സ്, സിമെട്രി ഓപ്പറേഷൻസ്, അതുപോലെ മോളിക്കുലാർ സിമെട്രി ഓഫ് എലമെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ദെൻ പോയിന്റ് ഗ്രൂപ്പ്സ്, ഇത്രയും കാര്യങ്ങളും സിമെട്രി എലമെന്റ്സ്, ഒരു മോളിക്യൂൾസിന് ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് വരും, എന്തൊക്കെയാണ് അവരുടെ സിമെട്രി ഓപ്പറേഷൻസ്, ഒരു മോളിക്കുലാർ സിമെട്രി എന്താണ്, ഒരു എലമെന്റിന്റെ മോളിക്കുലാർ സിമെട്രി എന്താണ്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണ് പോയിന്റ് ഗ്രൂപ്പ്സ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 12 റെപ്രസെന്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്, ദെൻ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഓരോ ഗ്രൂപ്പിനെയും ഒരു മെട്രിക്സിന്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകും. ഫോർത്ത് ടോപ്പിക് ആണ് ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം. ഫിഫ്ത് ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ക്യാരക്ടർ ടേബിൾസ്. ക്യാരക്ടർ ടേബിളിന്റെ കൺസ്ട്രക്ഷൻ ഫൈനൽ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, ബ്ലോക്ക് 4 നമുക്ക് 3 തിയറീസ് ആണ് വരുന്നത്. വാലൻസ് ബോണ്ട് തിയറി, യൂണിറ്റ് 13 വാലൻസ് ബോണ്ട് തിയറി, യൂണിറ്റ് 14 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി 1, യൂണിറ്റ് 15 മോളിക്കുലാർ ഓർബിറ്റൽ തിയറി 2. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബോൺ ഓപ്പണിമർ അപ്രോക്സിമേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. വാലൻസ് ബോണ്ട് അപ്രോച്ചസ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്, ദാറ്റ് മീൻസ് രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഇന്ററാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓരോ കെമിക്കൽ ബോണ്ടിന്റെയും ഫോർമേഷൻ നമ്മൾ വാലൻസ് ബോണ്ട് അപ്രോച്ച് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. പോളി ആറ്റോമിക് മോളിക്യൂൾസിന്റെ ഒരുപാട് ആറ്റംസ് വരുന്ന മോളിക്യൂൾസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, വാലൻസ് ബോണ്ട് തിയറി അപ്ലൈ ചെയ്തിട്ട് അവരുടെ കെമിക്കൽ ബോണ്ട് ഫോർമേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, യൂണിറ്റ് 14 ഹൈഡ്രജൻ മോളിക്യൂളിലും ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിലും നമ്മൾ എന്ത് ചെയ്യും, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അപ്ലൈ ചെയ്യാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിനെ കുറിച്ച്, മോളിക്കുലാർ ഓർബിറ്റൽ അപ്രോച്ച് പഠിക്കും. ദെൻ നമ്മൾ അത് ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിലോട്ടും അപ്ലൈ ചെയ്യും, ഹൈഡ്രജൻ മോളിക്യൂളിലോട്ടും നമ്മൾ അത് അപ്ലൈ ചെയ്യും. യൂണിറ്റ് 15 ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിലും ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിലും മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നമ്മൾ അപ്ലൈ ചെയ്യും. ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള മോളിക്യൂൾസ്. ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ HCl, HF, HBr പോലുള്ള മോളിക്യൂൾസ്. ഇതുപോലത്തെ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിലും ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത്രയാണ് നമ്മുടെ ക്വാണ്ടം കെമിസ്ട്രി MCH 018 ക്വാണ്ടം കെമിസ്ട്രി എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കുകളാണ്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റുകൾ വെച്ചിട്ട്, ബ്ലോക്ക് 4-ലാണെങ്കിലും 3 യൂണിറ്റ് വെച്ചിട്ട്, ഇത്രയാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഫൈൻ, താങ്ക് യു.